എന്ന 4 പ്രധാനപ്പെട്ട നിയമങ്ങൾക്കാണ് ഇന്ന് കേന്ദ്ര സർക്കാർ പ്രാബല്യം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഷ കടമെടുത്താൽ സമഗ്രമായൊരു ക്ഷേമം അത് തന്നെയാണ് ഉറപ്പാക്കാൻ പോകുന്നത്. ഇതടക്കം ഇന്ന് വളരെ പ്രധാനപ്പെട്ട 7 വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തുകയാണ്. സ്വാഗതം ടോപ്പ് 7 at 7. തൊഴിലാളി ക്ഷേമം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ സുപ്രധാന നീക്കം. നിലവിലെ 29 തൊഴിൽ നിയമങ്ങളെ യുക്തിസഹമായി പരിഷ്കരിച്ചുകൊണ്ടാണ് പുതിയ തീരുമാനം. വേതന ചട്ടം 2019, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, സാമൂഹ്യ സുരക്ഷാ ചട്ടം 2020, തൊഴിലിട സുരക്ഷ, ആരോഗ്യ, ജോലി സാഹചര്യ ചട്ടം 2020 എന്നിവയാണ് ഇന്നു മുതൽ നിലവിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നിയമന ഉത്തരവ്, എല്ലാവർക്കും മിനിമം വേതനം, തൊഴിലിടങ്ങളിൽ ലിംഗസമത്വം, ഇതൊക്കെ ഉറപ്പുവരുത്തുന്ന വളരെ പ്രധാനപ്പെട്ട 4 നിയമങ്ങൾ. വിവരങ്ങൾ നൽകാനായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തുകയാണ് മോദി സർക്കാർ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തൊഴിൽ മേഖലയിൽ സമഗ്രമായ മാറ്റത്തിനാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ആ മാറ്റം കുറിക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിൽ തൊഴിൽ മേഖലയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റം, പരിഷ്കാരം എന്ന് തന്നെ നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ 4 നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന കാര്യം ഇന്ന് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ചട്ടങ്ങൾ വളരെ കൃത്യമായി പരിശോധിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികൾക്കും തൊഴിൽ ദാതാക്കൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന രീതിയിൽ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ടാണ് പുതിയ 4 നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ളത്. ആ 4 നിയമങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ ഒന്ന് വേജസ് കോഡ് 2019, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, സോഷ്യൽ സെക്യൂരിറ്റി കോഡ് 2020, ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്ക് കണ്ടീഷൻ കോഡ് 2020. അതായത് തൊഴിൽ ദാതാക്കളുടെ, അതായത് സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ പാലിക്കേണ്ട നിയമങ്ങൾ ലളിതമാക്കും. അത് പരിഷ്കരിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്കറിയാം രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നിയമ കടമ്പകൾ എത്രത്തോളമാണ്. അതിൻ്റെ കടമ്പകളിൽ പെട്ടുകൊണ്ട് ആ സംരംഭം തന്നെ ഒഴിവാക്കേണ്ടി വരികയും പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട ജീവിതം തന്നെ സംരംഭകർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ സംരംഭങ്ങൾ ആരംഭിക്കുന്ന തൊഴിൽ ദാതാക്കൾ പാലിക്കേണ്ട നിയമങ്ങൾ ലളിതമാക്കുന്നു. അതോടൊപ്പം തന്നെ തൊഴിലാളികൾ, അത് സംഘടിത മേഖലയാണെങ്കിലും അതല്ല ഏത് മേഖല, സ്ഥിരം ജീവനക്കാർ, കരാർ ജീവനക്കാർ, IT മേഖല തുടങ്ങി വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ വിശാലമായ സാമൂഹ്യ ക്ഷേമം ഉറപ്പാക്കുന്നതിനും. ഇപ്പോൾ BMSന്റെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയുടെ അമരത്ത് ഒരുപാട് കാലം ചുമതല വഹിച്ചിരുന്ന അഡ്വക്കേറ്റ് സജി നാരായണൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സ്വാഗതം ശ്രീ സജി നാരായണൻ. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട നിമിഷം അങ്ങനെ തന്നെ വിലയിരുത്താം അല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളെല്ലാം കാത്തിരുന്ന ആ 4 ലേബർ കോഡുകൾ, തൊഴിൽ നിയമ സംഹിതകൾ സർക്കാരും ഇന്നു മുതൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. അതിൽ 2 നിയമങ്ങളെ ചരിത്രപരവും വിപ്ലവകരവും എന്നാണ് ഭാരതീയ മസ്ദൂർ സംഘം വിശേഷിപ്പിച്ചത്. അതിലൊന്ന് വേതന സംഹിതയാണ്, വേജ് കോഡ്. ആ വേതന സംഹിതയുടെ പ്രത്യേക സവിശേഷത ആദ്യമായിട്ടാണ് ചുരുങ്ങിയ വേതനം രാജ്യത്തെ അവസാനത്തെ തൊഴിലാളിക്ക് വരെ ബാധകമാകുന്നത്. അവസാനത്തെ തൊഴിലാളിക്ക് വരെ ചുരുങ്ങിയ വേതനം ഒരു അവകാശം എന്നുള്ളതിലേക്ക്, ഒരു നിയമപരമായിട്ടുള്ള അവകാശം എന്നുള്ളതിലേക്ക് ഈ വേതന സംഹിതയിലൂടെ ലഭിക്കാൻ പോവുകയാണ്. ഇതുവരെ ചുരുങ്ങിയ വേതന നിയമം അനുസരിച്ച് ഏതാണ്ട് 7 മുതൽ 10% വരെ തൊഴിലാളികൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. വേജ് കോഡ് വരുന്നതോടുകൂടി അത് അവസാനത്തെ തൊഴിലാളിക്ക് വരെ ഒരു അവകാശം എന്നുള്ളതിലേക്ക് അത് കിട്ടും. പിന്നെ വേതനം ബാങ്ക് വഴി നൽകണം എന്നുള്ളൊരു ഇതുണ്ട്. 5 വർഷത്തിനുള്ളിൽ ഒരിക്കൽ അത് നിർബന്ധമായിട്ടും നടപ്പിലാക്കണം എന്നുള്ളതും ഈ നിയമ സംഹിത അനുസരിച്ച് വരുന്നുണ്ട്. മറ്റൊന്നുള്ളത് സാമൂഹ്യ സുരക്ഷാ സംഹിതയാണ്. അതിൽ ESI, EPF ഈ 2 നിയമത്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള പരിവർത്തനങ്ങളാണ് ഈ വേതന സംഹിതയിലൂടെ നടപ്പിലാക്കുന്നത്. ESI, EPF എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ 2 സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ്. അത് പക്ഷേ നിർഭാഗ്യവശാൽ അതിന്റെ അവസാനം പറഞ്ഞിട്ടുള്ള ഷെഡ്യൂളിൽ പെടുന്ന ചില സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇന്ന് ബാധകമായിട്ടുള്ളൂ. അത് മാറ്റി ESI ആണെങ്കിൽ 10-ൽ കൂടുതൽ തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന എല്ലാ യൂണിറ്റുകൾക്കും രാജ്യത്ത്
അത് ബാധകമാവുകയാണ്. എന്ന് മാത്രമല്ല അപകടകരമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്ന ഒരു തൊഴിലാളികളുടെ സ്ഥാപനങ്ങൾക്കും ചെറിയൊരു വർക്ക്ഷോപ്പുകളുണ്ട്, അവർക്കൊക്കെ ESI ഇനി മുതൽ ബാധകമാകാൻ പോവുകയാണ്. ഇതുപോലെ 20-ലധികം തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇനി EPF ബാധകമാകും. ഈ രീതിയിലാണ് അതിന്റെ. ഒരു കാര്യം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് സജിനാരായണൻ, എന്തിനാണ് ഈ CPM അനുകൂല ട്രേഡ് യൂണിയനുകളൊക്കെ ഇതിനെ എതിർക്കുന്നത്? അത് കേവലം രാഷ്ട്രീയമാണ്. അവര് ഇതിലുള്ള ഏതെങ്കിലും കാര്യത്തെ എതിർത്തുകൊണ്ടല്ല പറയുന്നത്. 4 കോഡും ഞങ്ങൾ എതിർക്കുന്നു, അതിൽ എന്ത് ഗുണമുണ്ടെങ്കിലും ദോഷമാണെങ്കിലും ഞങ്ങൾ എതിർക്കുന്നു. ഈ നിലപാടിനോട് BMS ഒരു തരത്തിലും യോജിക്കുന്നില്ല. യെസ്, വളരെ നന്ദി അഡ്വക്കേറ്റ് സജിനാരായണൻ. നേരെ ശബരിമലയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ SIT ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കടകംപള്ളിയെ കുരുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയെ എത്തിയത് മന്ത്രി വഴിയെന്ന A പത്മകുമാറിന്റെ മൊഴിയാണ്. ആ റിപ്പോർട്ടാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിലേക്ക് വഴിവെച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് കൈമാറിയതെന്ന A പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. സർക്കാരിന്റെ ശുപാർശയും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശവും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുവെന്നാണ് പത്മകുമാറിന്റെ നിലപാട്. പത്മകുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സ്വർണ്ണക്കവർച്ചയിൽ മന്ത്രിതലത്തിൽ ഇടപെടൽ ഉണ്ടായോ എന്നതാണ് പരിശോധിക്കപ്പെടുന്നത്. അതിനിടെ സ്വർണ്ണക്കവർച്ചയിൽ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. കവർച്ചയുടെ ബുദ്ധികേന്ദ്രം പത്മകുമാർ എന്ന കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. കട്ടിളപ്പാളി പോറ്റിക്ക് കൈമാറാൻ നിർദ്ദേശിച്ച പത്മകുമാറിന്റെ ഇടപെടലിന് ശേഷമാണ് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയത്. ഈ തിരുത്തലുകൾക്ക് പിന്നിലും പത്മകുമാർ ഇടപെട്ടിരുന്നു. ബോർഡ് യോഗത്തിന്റെ അജണ്ടയിൽ സ്വർണ്ണപ്പാളികളെ വെറും ചെമ്പുപാളികളെന്ന സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതി ചേർത്തതായും കണ്ടെത്തലുണ്ട്. പോറ്റിക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കാൻ പത്മകുമാർ നിർദ്ദേശിച്ചെന്ന മൊഴിയും അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട്. രാജ്യാന്തര സംഘങ്ങൾ സ്വർണ്ണക്കവർച്ചയുടെ ഭാഗമായിട്ടുണ്ടോ എന്ന പരിശോധനയും SIT നടത്തുന്നു. പത്മകുമാറിനായി പ്രത്യേക സംഘം തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. തുടർ ചോദ്യം ചെയ്യലുകളിൽ എല്ലാ കണ്ടെത്തലുകളിലും കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്.